നമസ്കാരം. സമഗ്ര യോഗയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിന് ഒരു താളമുണ്ട്. ഈ പ്രകൃതിക്കും നൃത്തത്തിനും സംഗീതത്തിനും ഒക്കെ ഒരു താളമുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ താളം നഷ്ടപ്പെടലാണ് നമ്മുടെ സ്ട്രെസ്സിന് കാരണം. നോക്കൂ, നമ്മുടെ ശ്വാസം സാധാരണഗതിയിൽ ഒരാൾ ശ്വാസം എടുക്കുന്നത് 1 മിനിറ്റിൽ 12 മുതൽ 18 വരെയാണ്. പക്ഷേ സ്ട്രെസ് ഉള്ള സമയത്ത് നമ്മുടെ ബ്രീതിങ് 1 മിനിറ്റിൽ 20-ന് മുകളിലാവും. കാരണം സ്ട്രെസ് ഉള്ളപ്പോൾ നമ്മൾ ബ്രീതിങ് ഷോർട്ടായിരിക്കും, ഫാസ്റ്റായിരിക്കും, ഹാർട്ട് റേറ്റും കൂടുതലായിരിക്കും. യോഗ പറയുന്നത് 2 തരം രോഗങ്ങളാണുള്ളത്: ആർജിത വ്യാധിയും ആജിത വ്യാധിയും. ഇതിലെ ആർജിത വ്യാധി സ്ട്രെസ് മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്ക് പ്രധാന കാരണവും നമ്മുടെ ഈ ഫാസ്റ്റ് ലൈഫ് തന്നെയാണ്. ശരീരത്തിനെയും മനസ്സിനെയും ആകെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ യോഗയിലൂടെ സാധിക്കും. പ്രധാനമായും ബ്രീതിങ് എക്സസൈസ് ചെയ്തുകൊണ്ട് സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കും. യോഗയിലൂടെ വളരെ സിമ്പിളായി ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ബ്രീതിങ് എക്സസൈസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബ്രീതിങ് എക്സസൈസ് ചെയ്യാനായി ആദ്യമായി നല്ല വായു സഞ്ചാരമുള്ള സ്വസ്ഥമായ ഒരു സ്ഥലത്ത് നട്ടെല്ല് നിവർത്തി കസേരയിലോ തറയിലോ ശാന്തമായിരിക്കുക. ഒന്ന് വാമപ്പ് ചെയ്ത ശേഷം നമുക്ക് ചെയ്തു തുടങ്ങാം. ശ്രദ്ധിക്കേണ്ട കാര്യം, നട്ടെല്ല് നിവർത്തിയിരിക്കണം, തല ഉയർന്നിരിക്കണം, നല്ല ശുദ്ധവായു ലഭിക്കുന്ന ഒരു സ്ഥലമായിരിക്കണം. മെല്ലെ സാവധാനം ശ്വാസം എടുത്ത് വിട്ട് റിലാക്സ് ചെയ്തിരിക്കുക. ആദ്യം തന്നെ കൈകൾ ചിൻമുദ്രയിൽ, തള്ളവരലും ചൂണ്ടുവരലും ചേർത്ത് കൈകൾ മടക്കി മുട്ടിൽ വയ്ക്കുക. നന്നായി ശ്വാസം എടുത്ത് വിടുക, റിലാക്സ് ചെയ്തിരിക്കുക. ബ്രീതിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. നമ്മളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്വസ്ഥമായിരിക്കുക. വിഭാഗീയ ശ്വസനം. വയറ്, നെഞ്ച്, ഷോൾഡർ 3 ഭാഗങ്ങളായി ശ്വസിക്കുന്നു. ആദ്യം വയറിൻ്റെ ഭാഗത്ത് ശ്വാസം എടുക്കുമ്പോൾ വയറിൻ്റെ ഭാഗം നന്നായി സ്ട്രെച്ച് ചെയ്ത് വരുന്നു. ശ്വാസം വയറിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴ്ന്നു വരട്ടെ. ശ്വാസം എടുക്കുമ്പോൾ വയറിൻ്റെ ഭാഗം നന്നായി ഉയർന്നു വരുന്നു. ശ്വാസം വിടുമ്പോൾ സാവധാനം വയറകത്തേക്ക്. ശ്വാസം എടുക്കുമ്പോൾ വയർ ഉയർന്നു വരണം, ശ്വാസം വിടുമ്പോൾ വയറകത്തേക്ക്. നമ്മുടെ ഡയഫ്രം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ബ്രീത് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അടുത്തതായി നെഞ്ചിൻ്റെ ഭാഗം. ശ്വാസം എടുക്കുമ്പോൾ നെഞ്ച് നന്നായി ഉയർന്നു വരുന്നു, ശ്വാസം വിടുമ്പോൾ നെഞ്ച് താഴേക്ക്. വീണ്ടും ശ്വാസം എടുത്ത് നന്നായി മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് ബ്രീത് ചെയ്യുക. എക്സ്ഹേൽ, ഇൻഹേൽ, എക്സ്ഹേൽ. ശ്വാസം എടുക്കുമ്പോൾ ഷോൾഡറിലേക്ക്, ശ്വാസം എടുത്ത് ഷോൾഡർ അല്പം മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് ബ്രീത് ചെയ്യുക. ശ്വാസം വിടുമ്പോൾ ഷോൾഡർ താഴേക്ക്. നമ്മുടെ ലങ്സിൻ്റെ അപ്പർ പാർട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയാണ്. ശ്വാസം എടുത്ത് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. സാവധാനം ശ്വാസം വിട്ട് ഷോൾഡർ താഴേക്ക്. ഇൻഹേൽ, എക്സ്ഹേൽ. വയറ്, നെഞ്ച്, ഷോൾഡർ ഈ 3 പാർട്ടും ചേർന്നുള്ള വിഭാഗീയ ശ്വസനം നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ ബ്രീതിങ് ഒരു ബലൂൺ പോലെ നമ്മുടെ ലങ്സിൻ്റെ ലോവർ പാർട്ടും മിഡിൽ പാർട്ടും അപ്പർ പാർട്ടും സ്ട്രെച്ച് ചെയ്ത് ബ്രീത് ചെയ്യുന്ന വിഭാഗീയ ശ്വസനം നമ്മുടെ ബ്രീതിങ് കപ്പാസിറ്റി വർദ്ധിപ്പിച്ച് കൂടുതൽ നന്നായി ബ്രീത് ചെയ്യാൻ വിഭാഗീയ ശ്വസനം സഹായിക്കുന്നു. ശേഷം 3ഉം ചേർന്നുള്ളൊരു ബ്രീതിങ്, വയറ്, നെഞ്ച്, ഷോൾഡർ ചേർന്ന് ബ്രീത് ചെയ്യുക. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ചെയ്യുന്ന ഈ പ്രക്രിയയെ യോഗിക് ബ്രീതിങ് എന്നാണ് പറയുന്നത്. അത്ര ഡെപ്തായിട്ട് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് റിലാക്സ് ചെയ്ത് യോഗിക് ബ്രീതിങ് ഒരു 5 മിനിറ്റ് കണ്ടിന്യൂ ചെയ്യും. അടുത്തതായി അനുലോമ വിലോമ പ്രാണായാമം ചെയ്യാനായി കൈകൾ നാസിക മുദ്രയിൽ പിടിക്കുക. തള്ളവിരലും മോതിരവിരലും മാത്രം മതി. 2 വിരൽ അകത്തേക്ക് മടക്കി വയ്ക്കുക. ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് മൂക്ക് പിടിക്കാൻ വേണ്ടി മാത്രമാണ്. പറ്റാത്തവർ ഈ 2 വിരലും മാത്രം ഉപയോഗിക്കുക. തള്ളവിരലും മോതിരവിരലും 2 വിരൽ, ചൂണ്ടുവിരലും തള്ളവിരലും മാത്രം ഉപയോഗിച്ചുകൊണ്ടും മൂക്ക് പിടിക്കാം. ഏറ്റവും നല്ലത് നാസിക മുദ്രയിൽ തന്നെ ചെയ്യുന്നതാണ്. തള്ളവിരലും മോതിരവിരലും മാത്രം, 2 വിരലുകളും അകത്തേക്ക് മടക്കി ആദ്യം വലത് മൂക്കടച്ച് ഇടത് മൂക്കിലൂടെ ശ്വാസം സാവധാനം പൂർണ്ണമായും പുറത്തേക്ക് വിടുക. അതേ മൂക്കിലൂടെ തന്നെ ശ്വാസം എടുക്കുക. ഒന്ന് ഹോൾഡ് ചെയ്യുക. സാവധാനം വലത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക.
വീണ്ടും വലത് മൂക്കിലൂടെ തന്നെ ശ്വാസം എടുക്കുക. ആ ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്യുക. വളരെ സാവധാനം ഇടത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. വീണ്ടും ഇടത് മൂക്കിലൂടെ തന്നെ ഇൻഹേൽ ചെയ്യുക. ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. ദെൻ എക്സ്ഹേൽ ടു റൈറ്റ്. വീണ്ടും ഇൻഹേൽ ഫ്രം റൈറ്റ്, ഹോൾഡ് ചെയ്യുക, എക്സ്ഹേൽ. ഈ ബ്രീതിങ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം, പക്ഷേ ഒന്ന് പ്രാക്ടീസ് ചെയ്ത ശേഷം ഈ ബ്രീത്ത് 4, 4, 6 എന്ന രീതിയിൽ ചെയ്യുക. ശ്വാസം എടുക്കുന്നത് ഒരു 4 കൗണ്ടിൽ അത് കണ്ടിന്യൂ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ എക്സ്ഹേൽ, ശ്വാസം വിടുമ്പോൾ 6 കൗണ്ടിൽ. ദാറ്റ് മീൻസ് ശ്വാസം എടുക്കുമ്പോൾ 1, 2, 3, 4 എന്നെടുക്കുക, 4 ടൈം ഹോൾഡ് ചെയ്യുക. എക്സേൽ ചെയ്യുമ്പോൾ 6 കൗണ്ടിൽ എക്സേൽ ചെയ്യുക. ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക, എക്സേൽ ചെയ്യുക. അതേ പാറ്റേണിൽ ബ്രീതിങ് കണ്ടിന്യൂ ചെയ്യുക ഒരു 21 തവണയെങ്കിലും. സാവധാനം ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക, എക്സ്ഹേൽ ചെയ്യുക. ഇടതുമുക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇടതുമുക്കിലൂടെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ദീർഘമായി ഹോൾഡ് ചെയ്യുക ബ്രീതിനെ. എക്സ്ഹേൽ. അഗെയിൻ ആ മൂക്കിലൂടെ തന്നെ ഇൻഹേൽ, ഹോൾഡ് ഇറ്റ്, എക്സ്ഹേൽ. ഈ ബ്രീതിങ് കണ്ടിന്യൂ ചെയ്യുക. ശാന്തമായിരുന്ന് നമ്മൾ തന്നെ ഈ ബ്രീതിങ് മാത്രം ശ്രദ്ധിച്ച് ബ്രീത് ചെയ്യുക. നാഡീശുദ്ധി പ്രാണായാമ. ഇരുനാസികകളും ശുദ്ധീകരിക്കുന്നു, ഇരുനാഡികളും ശുദ്ധീകരിക്കുന്നു. റിലാക്സ് ചെയ്യാൻ, ബ്രീതിങ് സ്ലോ ഡൗൺ ചെയ്യാൻ, ഡീപ്പായി ചെയ്യുക. ദെൻ കൈകൾ രണ്ടും ചിൻ മുദ്രയിൽ വയ്ക്കുക. യോഗിക് ബ്രീതിങ് ഒരു 2 മിനിറ്റ് നന്നായി ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് റിലാക്സ് ചെയ്ത് ബ്രീതിങ് മാത്രം ശ്രദ്ധിച്ച് റിലാക്സ്ഡ് ആയിട്ട് നന്നായി ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക, വളരെ സാവധാനം എക്സേൽ ചെയ്യുക. ഈ ബ്രീതിങ് കണ്ടിന്യൂ ചെയ്യുക. ആശ്വാസത്തിൽ തന്നെ റിലാക്സ് ചെയ്യുക. യോഗചര്യ ചിട്ടയായ ഒരു ജീവിതചര്യ കൂടിയാണ്. ശരിയായ ശ്വസനം, ശരിയായ വ്യായാമം, ശരിയായ വിശ്രമം, ശരിയായ ഭക്ഷണം, ശരിയായ ചിന്ത തുടങ്ങി പഞ്ചശീലങ്ങൾ പാലിച്ചാൽ ആർക്കും ആരോഗ്യത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാം. യോഗ ഒരു മതത്തിൻ്റെയും സ്വന്തമല്ല, ഒരു വിഭാഗത്തിൻ്റെയും മാത്രമല്ല. ആർക്കും എപ്പോഴും എവിടെയിരുന്നും യോഗ പരിശീലിക്കാം. 2 തരം രോഗങ്ങളാണുള്ളത്, ആർജിത വ്യാധിയും ആജിത വ്യാധിയും. ഇതിൽ ആർജിത വ്യാധി കൊണ്ട് യോഗ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമ്മൾക്ക് വന്നു ചേരുന്ന അസുഖങ്ങളാണ്. അതിൽ പ്രധാന കാരണം ടെൻഷൻ തന്നെയാണ്. ഈ ടെൻഷൻ കുറയ്ക്കാൻ യോഗയിലെ പ്രധാന മാർഗമാണ് ശ്വസന വ്യായാമം. ശ്വസന വ്യായാമം ചെയ്യുന്നതോടുകൂടി മനസ്സ് ശാന്തമാകും. മനസ്സ് ശാന്തമായാൽ എല്ലാം ശുഭമാകും.